മദ്രാസ് ഹൈക്കോടതിയുടെ വളരെ വിചിത്രമായ ഒരു വിധി കാണാനിടയായി. അത് ചിരിക്കുക എന്നല്ലാതെ വേറെ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, പോണോഗ്രാഫി, ആ പോൺ വീഡിയോ, അത് കൈവശം സൂക്ഷിക്കുന്നതോ അതുപോലെ തന്നെ അത് ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്നതൊന്നും ഒരു കുഴപ്പമല്ല എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വിധി വന്നു. തലതിരിഞ്ഞ ഒരു വിധി എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അത് അന്നേ പറയേണ്ടതാണ്. പിന്നെ അത് പറഞ്ഞില്ല. എന്തായാലും സുപ്രീം കോടതിയിൽ അത് ചെന്നു. വളരെ ഗൗരവത്തിൽ അത് എടുത്തു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള ശരിയായ വിധിന്യായം വന്നു. അപ്പോൾ ഇനി മദ്രാസ് ഹൈക്കോടതിക്ക് ഈ ഈ പറയുന്ന സ്റ്റാൻഡ് എടുക്കാൻ ഒക്കത്തില്ല. കാരണം ആർട്ടിക്കിൾ 141 അനുസരിച്ച്, നമ്മുടെ ഭരണഘടനയുടെ 141 വകുപ്പ് അനുസരിച്ച്, ലോ ലെയ്ഡ് ഡൗൺ ബൈ ദ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്, ലോ ഡിക്ലെയർഡ് ബൈ ദ സുപ്രീം കോർട്ട് ഈസ് ബൈൻഡിങ് ഓൺ ഓൾ ദ കോർട്ട്സ് ഇൻ ഇന്ത്യ എന്നാണ് നിയമം. അതായത് സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്ന നിയമം ഉണ്ടാക്കുകയല്ല, പ്രഖ്യാപിക്കുന്ന നിയമം എല്ലാ കോടതികൾക്കും, നമ്മുടെ രാജ്യത്തെ എല്ലാ കോടതികൾക്കും ബാധകമാണ്. അതോടുകൂടി ഇനി മദ്രാസ് ഹൈക്കോടതിയുടെ ഈ വിധിക്ക് യാതൊരു പ്രാബല്യവുമില്ല. അല്ലേ തന്നെ ഇത് ആരെങ്കിലും കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും പറയുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കരുതാൻ പറ്റത്തില്ല. കാരണം പോണോഗ്രാഫി പാടില്ല. ഒന്ന്, കുട്ടികളുടേതാണെന്നുണ്ടെങ്കിൽ അത് പോക്സോയുടെ ഒഫൻസ് ആവും. പക്ഷെ ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് ഒരു സാധനം കൈ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അതുപോലെ ഒഫൻസാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, അത് കോമൺ സെൻസ് മാത്രം മതി അത് തീരുമാനിക്കാൻ, നിയമപരിജ്ഞാനമൊന്നും വേണ്ട. അങ്ങനെ ഉള്ളപ്പോഴാണ് ഇതേപോലെ ഒരു വിധി വന്നത്. പക്ഷേ സുപ്രീം കോടതി ഇപ്പോൾ അത് ക്ലാരിഫൈ ചെയ്തു. ഇങ്ങനൊരു സാധനം കൈ കിട്ടിയാൽ, ആരെങ്കിലും കയ്യിൽ വന്നാൽ, അബദ്ധത്തിലെങ്കിലും നമ്മുടെ മൊബൈലിലോ എങ്ങാണ് ഈ സാധനം ആരെങ്കിലും അയച്ച് തന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അത് പോലീസിനെ അറിയിക്കണം, പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. അതാ ചെയ്യേണ്ടത്. കാരണം ഇത് ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരെ ഈ പീഡോഫൈൽ എന്ന് നമ്മൾ പറയും. അതായത് ഈ ചൈൽഡ് ഈ പോൺ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ പീഡോഫൈൽസ് എന്ന് നമ്മൾ പറയുന്നത്. പീഡോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യുന്നവരെയാണ് ഈ പീഡോഫൈൽ എന്ന് പറയുന്നത്. ആ പീഡോഫൈൽസിനെ ഉണ്ടല്ലോ, അവന്മാരെയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റണം. കാരണം ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങളുടെ അടുത്താണ് ഇപ്പം കൺസെൻസുവൽ ആയിട്ടുള്ള ഒരു സെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. രണ്ടുപേരുടെ കൺസെൻസ് ഉണ്ട്, കൺസെന്റ് ഉണ്ട്. ആ രണ്ടുപേരോട് തീരുമാനിച്ച് ഒരു സെക്സ് നടത്തുന്നു, കുഴപ്പമില്ല. പക്ഷേ അത് തന്നെ വീഡിയോഗ്രാഫി ചെയ്ത് പോൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഫൻസാണ്. അങ്ങനെയുള്ളപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയും വേണ്ട. ഇതുപോലുള്ള ഈ കുഞ്ഞുങ്ങളെ, ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നവന്മാരുണ്ടല്ലോ, എന്നിട്ട് അതിൻ്റെ പടം എടുത്തിട്ട് ചിത്രീകരിക്കുക. അവർക്ക് തടയാനെങ്ങാൻ നോക്കൂ. കാരണം അതൊന്നും ഒരു മാർഗമില്ല. അങ്ങനെയുള്ളപ്പോൾ നിർബന്ധമായിട്ടും അതിനെ ശരിയായ രീതിയിൽ ഡീൽ ചെയ്യേണ്ടതാണ്. അത് നല്ല രീതിയിൽ ഇപ്പോൾ സുപ്രീം കോടതി അതിനെക്കുറിച്ച് പറഞ്ഞു. ഇത് കൊടുത്തില്ലെങ്കിൽ, അതായത് പോലീസിൽ ഇത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, ആ കൈവശം വെച്ചേക്കുന്നവൻ തന്നെ വലിയ ഒഫൻസാണ് കമ്മിറ്റ് ചെയ്തേക്കുന്നത്. അത് ആരും അങ്ങനെ ചെയ്യരുത്. എല്ലാവരും അത് ശ്രദ്ധിക്കുക.